ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചികിത്സ അവസാനിപ്പിക്കാൻ ഫെബ്രുവരി 28-ന് ആലോചിച്ചിരുന്നതായി വെളിപ്പെടുത്തി റോമിലെ ജെമല്ലി ആശുപത്രിയിലെ ഡോക്ടർ സെർജിയോ അൽഫിയേരി. ഇറ്റാലിയൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. ആ ദിവസം ചികിത്സയിലെ ഏറ്റവും നിർണായക നിമിഷങ്ങളായിരുന്നുവെന്നും സെർജിയോ പറഞ്ഞു. സാധ്യമായ എല്ലാ മരുന്നുകളും ഉപയോഗിച്ച് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുക എന്നതു മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. മരുന്നുകൾ നൽകുന്നത് അദ്ദേഹത്തിന്റെ മറ്റു അവയവങ്ങളുടെ പ്രവർത്തനത്തെ കൂടി അപകടത്തിലാക്കുമെന്ന സാഹചര്യമായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വൃക്കകൾക്കും മജ്ജയ്ക്കും തകരാർ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ മുന്നോട്ടുപോയി. അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചു. ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്നും ഡോക്ടർ സെർജിയോ പറഞ്ഞു. അന്ന് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ച മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ബ്രോങ്കോപാസം ഉള്ളതായും നിർത്താതെയുള്ള അദ്ദേഹത്തിന്റെ ചുമ ആരോഗ്യസ്ഥിതി വഷളാക്കിയെന്നും ഡോക്ടർ സെർജിയോ അൽഫിയേരി പറഞ്ഞു. ഈ സമയങ്ങളിലെല്ലാം ഫ്രാൻസിസ് പാപ്പ അബോധാവസ്ഥയിലായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ ആദ്യമായിട്ട് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന ചിലർ കരയുന്നത് താൻ കണ്ടതായും സെർജിയോ അൽഫിയേരി പറഞ്ഞു. പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഫ്രാൻസിസ് പാപ്പ ഛർദ്ദിച്ചിരുന്നു. അത് വലിയ ആശങ്ക ഉളവാക്കിയിരുന്നതായും അദ്ദേഹം അറിയിച്ചു. തന്റെ ആരോഗ്യനില മോശമാവുകയാണെന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് അറിയാമായിരുന്നതായും തന്റെ ആരോഗ്യത്തെ പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങളൊന്നും തന്നെ മറച്ചുവെക്കാതെ വിശ്വാസികളെ അറിയിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടതായി ഡോക്ടർ സെർജിയോ അൽഫിയേരി വ്യക്തമാക്കി. പാപ്പയുടെ ആരോഗ്യനിലയിൽ സംഭവിച്ചത് വലിയൊരു അത്ഭുതമാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആശുപത്രി വിട്ട മാർപ്പാപ്പയ്ക്ക് 2 മാസത്തെ പരിപൂർണ വിശ്രമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഏപ്രിൽ 8-ന് വത്തിക്കാനിലെ വസതിയിൽ ബ്രിട്ടനിലെ ചാൾസ് രാജാവിനെ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നെങ്കിലും സന്ദർശകർക്ക് കർശന നിയന്ത്രണമുള്ള സാഹചര്യത്തിൽ ചാൾസ് രാജാവ് കൂടിക്കാഴ്ച റദ്ദാക്കുകയും ചെയ്തു.